ഒരു പ്രാദേശിക പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതാണോ നല്ലത്, അതോ രാജ്യത്ത് വളരെ ബൃഹത്തായ ആൾബലമുള്ള സ്വാധീനമുള്ള ഒരു ദേശീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതാണോ നല്ലത്? കേരളത്തിൽ മാത്രം സ്വാധീനമുള്ള ഇപ്പോൾ CPM ഒരു പ്രാദേശിക പാർട്ടിയല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും സ്വാധീനവും പ്രസൻസും ഒക്കെ ഉണ്ട്. പക്ഷേ ആകെ ഇപ്പോൾ ഭരണമുള്ളത്, ഇനി അടുത്ത കാലത്തൊക്കെ എന്തെങ്കിലും സ്വാധീനമൊക്കെ ഉള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ CPM-ന്. പണ്ട് വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഭരിക്കുന്ന കാലത്ത് അതൊരു വലിയൊരു പാർട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു തരി കനൽ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു തരി ലെവലിലേക്ക് പോയ ഒരു പ്രാദേശിക പാർട്ടി എന്ന് കണക്കാക്കാവുന്ന ഒരു പാർട്ടിയാണ് CPM. അതുപോലെ പ്രാദേശിക പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസൻസ്, സ്വാധീനമൊക്കെ മലപ്പുറം, കോഴിക്കോട് ചുറ്റിപ്പറ്റ ഉള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും. കോൺഗ്രസിൻ്റെ സ്വാധീനമെന്ന് പറയുന്നത് പണ്ട് ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു കിടന്ന ബൃഹത്തായ ഒരു ദേശീയ പാർട്ടിയായിരുന്നു. പക്ഷേ ഇന്ന് ആ പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കൾക്ക് വരെ മത്സരിച്ച് ജയിക്കണമെങ്കിൽ കേരളത്തിൽ വരേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ. ആ പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കേണ്ടി വന്നു. രാഹുൽ ഗാന്ധിയുടെ പെങ്ങൾക്ക് വയനാട്ടിൽ വന്ന് മത്സരിക്കേണ്ടി വന്നു. കാരണം അവർ പരമ്പരാഗതമായിട്ട് മത്സരിച്ചു കൊണ്ടിരുന്ന ഉത്തർപ്രദേശിൽ അവർക്ക് പേടി ആയി തുടങ്ങി, ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊരവസ്ഥയാണ് അതിൻ്റെ കാരണം. അതുപോലെ ഡൽഹി കുറേ വർഷങ്ങൾ ഷീലാ ദീക്ഷിത്തിൻ്റെയൊക്കെ കീഴിൽ വർഷങ്ങളോളം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് അവിടെ 0-0 നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ബീഹാറിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും ലാസ്റ്റ് നടന്ന തെരഞ്ഞെടുപ്പിൽ 60ഓളം സീറ്റുകളിൽ മത്സരിച്ചിട്ട് 6 സീറ്റിൽ മാത്രം ജയിക്കാൻ പറ്റിയ ഒരു പാർട്ടിയാണ്. അതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അത് പ്രാദേശിക പാർട്ടി അല്ലെങ്കിലും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അതിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഴിമതി കേരളത്തിൽ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? CPM-ന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഴിമതി കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? അതേസമയം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ആയ BJPക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? ഈ BJPക്ക് അഴിമതി കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ചിന്തയും രീതിയും മാർഗവുമൊക്കെ ഉണ്ടോ? ഒരു പ്രാദേശിക പാർട്ടിക്ക് ആണ് കേരളത്തിൽ സ്വാധീനമുള്ളതെങ്കിൽ, അവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് ആ പാർട്ടിയുടെ എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയുള്ള പിരിവും ഡൊണേഷൻ സ്വീകരിക്കലും കാര്യങ്ങളുമൊക്കെ ഈ സംസ്ഥാനത്തു നിന്ന് തന്നെ ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം CPM-ന് അവരുടെ പോളിറ്റ് ബ്യൂറോ നടക്കാനും, അവർ ഡൽഹിയിലെ ഓഫീസിൻ്റെ ചിലവുകൾ നടത്താനും, അതിൻ്റെ നേതാക്കന്മാരുടെ മറ്റ് ചിലവുകൾ നടത്താനും ഒക്കെ കേരളത്തിൽ നിന്ന് തന്നെ പിരിവെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ അവർക്ക് പണം സമാഹരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ പദ്ധതികളിൽ നിന്നും എങ്ങനെയെങ്കിലും പരമാവധി കൈയിട്ട് വാരുക എന്നുള്ള ഒരു ഉദ്ദേശം ഈ കേരളത്തിൽ മാത്രം അധികാരമുള്ള തരിയായിട്ടുള്ള CPM-ന് തീർച്ചയായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അവർ ശബരിമല പോലെയുള്ള ഒരു പുണ്യസ്ഥലത്തുനിന്ന് പോലും മോഷ്ടിക്കാൻ ആ പാർട്ടിയുടെ മുൻ MLA-മാരടക്കമുള്ള നേതാക്കൾക്ക് ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഒരു അവസ്ഥ ഈ പ്രാദേശികമായിട്ട് മാത്രം സ്വാധീനമുള്ളൊരു പാർട്ടിയായി ചുരുങ്ങിപ്പോയതുകൊണ്ട് മാത്രമാണ്. അതുപോലെ കോൺഗ്രസിൻ്റെ ഒരു കാര്യമാണേലും അവർക്ക് ഇന്ത്യയിൽ ഭരണമുള്ളത് ഇപ്പോൾ 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്, കർണാടകത്തിലും ഹിമാചൽ പ്രദേശിലും. അവിടെയും ഇപ്പോൾ പണത്തിന് ലഭ്യത വളരെ കുറഞ്ഞിരിക്കുന്നു പാർട്ടിക്ക്, കാരണം പല കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസ്സിനും അവരുടെ അഖിലേന്ത്യാ തലത്തിലുള്ള വർക്കിംഗ് കമ്മിറ്റിയും അതുപോലെ ഹൈക്കമാൻഡിനെയും പിന്നെ അവരുടെ യാത്രകളും കാര്യങ്ങളുമൊക്കെ ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ കേരളത്തിൽ നിന്ന് കൂടുതൽ ഫണ്ട് സമാഹരിക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി അവരും എല്ലാ പദ്ധതികളിൽ നിന്നും കൈയിട്ട് വരുന്നതിനുള്ള ഒരു പ്രവണത കൂടും കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ. അതിലും പ്രാദേശികമായിട്ടുള്ള പാർട്ടികൾ ആ പാർട്ടികളുടെ നിലനിൽപ്പിനും അവരുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാ കാര്യത്തിനും ഉള്ള പിരിവെടുക്കാതെ പറ്റില്ല. അപ്പോൾ അത് ഒരു അഴിമതി കൂടുന്നതിന് കാരണമാണ്. അതേസമയം ഏറ്റവും വലിയ പാർട്ടിയായ BJPക്ക് ഇന്ത്യയിൽ 10-20ഓളം സംസ്ഥാനങ്ങളിൽ മുന്നണി ഭരിക്കുന്ന ഒരവസ്ഥയാണ്. ആ പാർട്ടിക്ക് അതിൻ്റേതായ മാർഗങ്ങളും രീതികളും ഉണ്ട്, എങ്ങനെയാണ് പാർട്ടി വളർത്തുന്നുണ്ടെന്നുള്ളത്.
പിന്നെ സ്വയം സേവകർ ഒരു പ്രതിഫല ലേച്ഛയുമില്ലാതെ വോളണ്ടറി വർക്ക് ചെയ്യുന്ന ഒരു ബി ജെ പിക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു അഴിമതിയുടെ ആവശ്യമില്ലാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി. ബി ജെ പിയിൽ ഇപ്പോൾ തന്നെ ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ ലെവലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കിയാൽ മനസ്സിലാകും, അവരിൽ ഭൂരിഭാഗം ആൾക്കാരും എന്തെങ്കിലും ജോലിയുള്ളവരാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരോ അല്ലെ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരോ ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളും ബി ജെ പിയുടെ ഭാരവാഹികളും അധികവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ മാർഗമുണ്ട്. അതുകൊണ്ട് അവരെ ഏതെങ്കിലും അഴിമതിയിൽ കൂടി പണം പിരിച്ചിട്ട് താങ്ങി നിർത്തേണ്ട ഒരു അവസ്ഥ ബി ജെ പിക്ക് ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അഴിമതിരഹിത ഭരണത്തിന് ബി ജെ പിയാണ് എപ്പോഴും നല്ലത്. പ്രാദേശികമായിട്ട് സ്വാധീനമുള്ള അല്ലെങ്കിൽ ചുരുങ്ങിയ സ്വാധീനമുള്ള പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നതിനേക്കാളും. പിന്നെ അടുത്തത് ബി ജെ പിക്ക് ഇവിടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിൽ കൂടുതൽ പങ്കാളിത്ത ഭരണം നടത്തണം എന്ന് തന്നെയാണ്. പങ്കാളിത്ത ഭരണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അഴിമതി കുറയും, ഗ്രാമസഭകൾ കൂടുതൽ ഊർജിതമാകും. ഗ്രാമസഭകളിൽ എന്ത് ചോദ്യവും ചോദിക്കാൻ പറ്റും, എന്ത് ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടാകും. ആ ഉത്തരമൊക്കെ കറക്റ്റായിട്ടുള്ള ഉത്തരമായിരിക്കും. അത് നയമായിട്ട് തന്നെ കേരളത്തിൽ സംസ്ഥാന ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടെ എല്ലാം ടെക്നോളജി ഉപയോഗിച്ച് സുതാര്യമായിട്ടായിരിക്കും. ബഡ്ജറ്റിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡ് ഉണ്ടാകും. അതുപോലെ പദ്ധതികളുടെയൊക്കെ ഡാഷ്ബോർഡ് ഉണ്ടാകും. ഡാഷ്ബോർഡിൽ എന്തൊക്കെ പദ്ധതികളാണ്, എവിടെ എത്തി, ആര് ചെയ്യുന്നു, എത്ര വരെയായി എന്നുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് എല്ലാ മനുഷ്യർക്കും വിസിബിളായിട്ട് ക്ലിയറായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു പോക്കായിരിക്കും ബി ജെ പി എന്ന് നയമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്രയും സുതാര്യമായിട്ട് കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു നയവും ലക്ഷ്യവും കേരളത്തിൽ. അപ്പോൾ ഏറ്റവും അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണം പഞ്ചായത്ത് തലം തുടങ്ങി നടത്തുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു നയമാണ്, ലക്ഷ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രാദേശികമായിട്ട് മാത്രം അല്ലെ ചുരുങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രം സ്വാധീനമുള്ള പാർട്ടിയേക്കാളും ഏറ്റവും മികച്ചത് ഏറ്റവും വലിയ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് തന്നെയാണ്.